അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ വഅലാ ആലിഹി വസഹ്ബിഹി മൂഫീന അഹ്ദഹ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വലിയ ബിസിനസ്സുകാരനെ നാം ഒന്ന് സങ്കല്പിക്കുക. വലിയ സംവിധാനങ്ങളോടുകൂടി ഒരുപാട് കെട്ടിടങ്ങളും അതിൽ ധാരാളം ജീവനക്കാരും അതിൽ നിന്ന് ധാരാളം പ്രൊഡക്ഷനുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം വലിയ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന മാനേജർ മുതൽ താഴേക്കുള്ള സാധാരണ കൂലിപ്പണിക്കാർ വരെ അയാളുടെ സാലറി നൽകുന്നതിലും സമീപനത്തിലുമൊക്കെ സംതൃപ്തരാണ്. ആ സംതൃപ്തിയോടുകൂടി ആ കമ്പനി നടന്നു പോകുമ്പോൾ അവിടുത്തെ ആയിരക്കണക്കിന് വരുന്ന ജീവനക്കാരെ നാം ഒന്ന് പരിചയപ്പെടുക. അവരിൽ വ്യത്യസ്ത മാനസിക അവസ്ഥയിലുള്ള ആളുകളുണ്ടാവും. അവരുടെ ലക്ഷ്യബോധം താൽക്കാലികമായി അവരുടെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റുക എന്ന അർത്ഥത്തിൽ ഒരു ജോലിയായി കാണുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ടാവും. ചില ആളുകളൊക്കെ ജോലിയിൽ അലംഭാവം കാണിക്കുകയും അതോടൊപ്പം വഞ്ചിക്കാൻ, മുതലാളിയെയോ അല്ലെങ്കിൽ സഹപ്രവർത്തകരെയൊക്കെ വഞ്ചിക്കാൻ ശ്രമിച്ചുകൊണ്ട് കൂടുതൽ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. അതിനുമപ്പുറം ചില ആളുകൾ ആത്മാർത്ഥമായി തനിക്ക് കിട്ടുന്ന സാലറിയേക്കാൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന പ്രൊഡക്ഷനും ആ പ്രൊഡക്ഷനിലൂടെ വിവിധ തുറകളിലുള്ള ജനങ്ങൾ അതൊക്കെ അനുഭവിച്ച് ആസ്വദിക്കുമ്പോഴുള്ള ആസ്വാദനവുമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ വർഷവും ഈ തൊഴിലാളികൾക്ക് വേണ്ടി സാലറിക്ക് മുകളിൽ ചില കൂടുതൽ സമ്പത്തുകൾ നൽകിക്കൊണ്ട് അവരെ തന്നോടൊപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ നാം എല്ലാ മേഖലകളിലും കാണാറുണ്ട്. അവരുടെ പ്രത്യേകമായ ആഘോഷങ്ങൾ വരുമ്പോൾ, വിവാഹങ്ങൾ വരുമ്പോൾ അവർക്ക് സാലറിക്ക് പുറമേ നൽകുന്ന ഈ സമ്മാന തുകയായിരിക്കും പലപ്പോഴും അവരുടെ മനസ്സുകളെ കൂടുതൽ ഈ മുതലാളിയോട് അടുപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, നാം ഈ ലോകത്ത് വിശ്വാസികളായി ജീവിക്കുന്ന നമുക്ക് ഇതൊരു കമ്പനി പോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെയുള്ള ചില അപാകതകളുള്ള ആളുകളുണ്ടാവും. അത് അവിടുത്തെ നമ്മുടെ രക്ഷകനായ ഈ കമ്പനിയുടെ മുതലാളി അതല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ നമുക്ക് പുറത്തു തരും. അതുപോലെ വർഷത്തിലും മാസങ്ങളിൽ ചിലതിലും ദിവസങ്ങളിലുമൊക്കെ നമുക്ക് നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പുറമെ അല്ലെങ്കിൽ ആ കർമ്മങ്ങൾക്ക് പ്രതിഫലങ്ങൾക്ക് പുറമെ കൂടുതൽ പ്രതിഫലങ്ങൾ തന്നുകൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ദിനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ലൈലത്തുൽ ഖദർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കർമ്മങ്ങൾ അത് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് റമളാനിൻ്റെ രാത്രികളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രവർത്തനം സജീവമായി കഴിഞ്ഞാൽ അത് ലൈലത്തുൽ ഖദറിനോട് ചേർന്ന് വന്നാൽ 1000 മാസത്തെക്കാൾ 1000 മാസം അമൽ ചെയ്ത പ്രതിഫലത്തെക്കാൾ പ്രതിഫലം നൽകാമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ വിശ്വാസികളായ നമ്മൾ പോലും പലപ്പോഴും ഈ ലൈലത്തുൽ ഖദറിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ മാറി അള്ളാഹു നമുക്ക് ചെയ്തിരിക്കുന്ന ഓഫർ സ്വീകരിക്കാനുള്ള ആത്മാർത്ഥതയും അതിനാവശ്യമായ പ്രവർത്തനങ്ങളും ചുരുങ്ങിയ നിലയിലെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പക്ഷേ ഈ റമളാനിൽ പലപ്പോഴും അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. കാരണം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ.
റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരണീയമായത്. അപ്പോൾ നമുക്ക് സംശയം വേണ്ട, മറ്റു മാസങ്ങളിൽ ഖുർആൻ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ തുടക്കം അത് റമദാൻ മാസത്തിലാണ് എന്നാണ്. മറ്റു മാസങ്ങളിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഷവ്വാലിലും ദുൽഖഅദിലും ദുൽഹജ്ജിലും ഒക്കെ ഖുർആൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഖുർആനിൻ്റെ അവതരണം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സന്ധിച്ച് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആ ഖുർആനിൻ്റെ അവതരണോദ്ഘാടനം നടന്നത് അത് പരിശുദ്ധ റമദാനിലാണ്. അപ്പോൾ ഇനി സംശയം വേണ്ട, ഖുർആൻ അവതരിച്ചത് റമദാനിലാണ്. റമദാൻ മുബാറക്കായ മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖദ് അളല്ലക്കും ഷഹ്റുൻ അലീം ഷഹ്റുൻ മുബാറക്, മുബാറക്കായ ഒരു മാസമാണ് റമദാൻ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനെ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഈ പരിശുദ്ധ ഖുർആൻ അവതരണീയമാവുന്നത് ഒരു മുബാറക്കായ രാത്രിയിലാണ്. അപ്പോൾ റമദാനിലാണ്. റമദാൻ മുബാറക്കായ മാസമാണ്. ആ മുബാറക്കായ മാസത്തിലൊരു രാത്രിയിലാണ്. ഒന്നും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ആ മുബാറക്കായ രാത്രി നിർണിത രാവാണ്, ലൈലത്തുൽ ഖദറാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിർണയം നൽകുന്ന ഒരു രാത്രിയാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ഇനി നമുക്ക് സംശയിക്കേണ്ടതില്ല, റമദാൻ 1 മുതൽ 29 വരെയുള്ള രാത്രികളിൽ ഏതിൽ ആണോ ലൈലത്തുൽ ഖദർ എന്ന് നമുക്കറിയില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറന്നുപോയി, അല്ലെങ്കിൽ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു. എന്തിന്? റമദാനിൻ്റെ ഓരോ രാത്രിയിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസികൾ അതിൻ്റെ പ്രതിഫലത്തിൻ്റെ മേന്മ, അതല്ലെങ്കിൽ 1000 മാസം അമൽ ചെയ്ത പ്രതിഫലം നേടിയെടുക്കാനുള്ള ഒരു ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പണിയെടുക്കലും എൻ്റെ അടിമകളിൽ നിന്നുണ്ടാവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിനെ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചത്. പക്ഷെ നാം അതിനെ ചുരുക്കി 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 ഒരു ദിവസത്തിലേക്ക് റൗണ്ട് ചെയ്തു കൊണ്ടുവന്ന് അതിൽ മാത്രം ഇബാദത്ത് ചെയ്ത് സായുജ്യമടയുന്നവരായി മാറിപ്പോയി. അത് ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ മുതൽ ഉണ്ടാവരുത്. ഈ റമദാനിൽ ശേഷിക്കുന്ന ദിവസങ്ങളിലാണോ അല്ലാഹു അഅലം, എങ്കിലും നമുക്ക് അള്ളാഹുവിൽ നിന്ന് കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവശേഷിക്കുന്ന ദിനങ്ങളിൽ ലൈലത്തുൽ ഖദർ അഥവാ 1000 മാസത്തെക്കാൾ പുണ്യം ലഭിക്കുന്ന, കർമ്മങ്ങൾക്ക് പുണ്യം ലഭിക്കുന്ന ആ രാവിനെ ഹയാത്താക്കാനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ലൈലത്തുൽ ഖദർ ആർക്കെങ്കിലും ലഭിച്ചാൽ അതൊരു വലിയ പുണ്യമായ കർമ്മമായി അള്ളാഹുവിൻ്റെ മുന്നിൽ സ്വീകരിക്കപ്പെടും. കാരണം നമുക്കൊന്നും 83 വർഷം ഇടതടവില്ലാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും ചില്ലറ മാസവുമാണ്. അത്രയും സമയം ഇടതടവില്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ സാധ്യമല്ലാത്തവരാണ്. അപ്പോൾ ഓരോ റമദാനിലും 29 രാത്രികൾ സജീവമാക്കി ഓരോ റമദാനിലും ലൈലത്തുൽ ഖദർ കിട്ടുകയാണെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കുന്ന പുണ്യം എന്തായിരിക്കും? അപ്പോൾ സമയം വളരെ കുറവാണെങ്കിലും ഒരു കാര്യം കൂടി ബോധ്യപ്പെടുത്തുകയാണ്, ഇത്രയും പുണ്യം നാളെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി നമുക്ക് ആവശ്യമുണ്ടോ? ഓരോ വർഷവും ഓരോ വർഷ റമദാനിലും ലൈലത്തുൽ ഖദർ ലഭിക്കുകയാണെങ്കിൽ 83 വർഷവും ചില്ലറ മാസവും ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുമല്ലോ. അത് ധാരാളമായി പോകയില്ലേ എന്ന ഒരു സംശയം നമുക്കുണ്ടെങ്കിൽ അത് വൃഥാവിലായ സംശയമാണ്. കാരണം ഇന്ന് ലോകത്ത് പലപ്പോഴും പരിശുദ്ധമായ സ്വർഗത്തിന് വില കുറച്ച് കാണുന്ന ആളുകളാണ്. ചെറിയ ചെറിയ അമലുകൾ ചെയ്താൽ സ്വർഗത്തിൽ കടക്കുമെന്ന മിഥ്യാധാരണയിലാണ് നമ്മളുള്ളത്. സ്വർഗം ലഭിക്കാൻ പണിയെടുക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല എന്ന ഒരു ത്വര, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ നമുക്ക് കടന്നുകൂടാമെന്നൊരു ആഗ്രഹം പൊതുവെ വിശ്വാസികളിലുണ്ട്. അതിന് ചെറിയ ചെറിയ ക്യാപ്സൂളുകൾ കൊടുക്കാൻ മൗലവിമാരും തയ്യാറാണ്. ചില ദിക്റുകൾ ചൊല്ലിയാൽ, ചില സലാത്തുകൾ ചൊല്ലിയാൽ സ്വർഗത്തിൽ പോകാൻ സാധിക്കുമെന്നുള്ളത്.
പക്ഷെ അള്ളാഹു ചോദിക്കുന്നത് അഫഹസിബത്തും അന്തദുഖുലുൽ ജന്നത അബസ, വെറുതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റൊരായത്തിൽ കുറച്ചും കൂടി വിശാലമായി അള്ളാഹു പറയുന്നുണ്ട്, മുൻഗാമികൾ സഹിച്ച പീഡന യാതനകൾ നിങ്ങൾ സഹിക്കാതെ സ്വർഗത്തിൽ നിങ്ങൾ കടക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിന് വലിയ വിലയുണ്ട്. റമദാൻ ഒരു മാസം രാത്രിയിൽ കുറഞ്ഞ സമയമെങ്കിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നാം അമൽ ചെയ്താൽ ഒരു സംശയവും വേണ്ട, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നൽകി അനുഗ്രഹിക്കും. ആ ഒരു പുണ്യം മാലാഖമാരുടെ തലോടലുകൂടിയായിരിക്കും ആ രാത്രി നമ്മൾ കഴിച്ചുകൂടുന്നത്. അത് പകൽ വരെ ഉണ്ടാകും, നേരം വെളുക്കുന്നത് വരെ ഉണ്ടാകുമെന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ബോധ്യപ്പെട്ടുകൊണ്ട് ഈ റമദാനിൽ അവശേഷിക്കുന്ന രാത്രികൾ മാത്രമാണ് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ലഭിക്കുള്ളൂ. അതുകൊണ്ട് ആ രാത്രികളെ സജീവമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.